പാലക്കാട്ട് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനെതിരെ വ്യാജ വോട്ടാരോപണം ആവർത്തിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഡോക്ടർ പി സരിന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വ്യാജമായി നൽകിയത് BJP ഭരിക്കുന്ന നഗരസഭയെന്ന് VD സതീശൻ ഇന്ന് കുറ്റപ്പെടുത്തി. ആരോപണത്തിന് മറുപടിയുമായി ഡോക്ടർ പി സരിനും ഭാര്യ ഡോക്ടർ സൗമ്യ സരിനും ഇന്ന് രംഗത്ത് വന്നു. അധിക്ഷേപം തുടർന്നാൽ നിയമ നടപടിയെടുക്കുമെന്ന് ഇരുവരും പറഞ്ഞു. തുടർച്ചയായി രണ്ടാം ദിവസമാണ് LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനെതിരെ വ്യാജ വോട്ട് ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ CPIM ചേർത്ത അവസാനത്തെ കള്ളവോട്ട് പി സരിന്റേത്. സരിന്റെ കള്ളവോട്ട് ഉൾപ്പെടുത്തുന്നതിന് BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭ വ്യാജ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് നൽകി. ഇതാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. സരിന്റെ ഭാര്യയുടെ വോട്ടും വ്യാജ വോട്ട് എന്നും ആരോപണം. ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി അദ്ദേഹത്തിന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു. റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്. 6 മാസം തുടർച്ചയായിട്ട് താമസിച്ചാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അദ്ദേഹം 3 മാസം പോലും ആയിട്ടില്ല ഇവിടുത്തെ ഒരു വാടക വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിൽ ഒരു വീടുണ്ടായിരുന്നു, അത് വാടകയ്ക്ക് കൊടുത്തേക്കാണ്. അവിടെ അദ്ദേഹം താമസിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ചർച്ചയായതോടെയാണ് LDF സ്ഥാനാർത്ഥിയും ഭാര്യ ഡോക്ടർ സൗമ്യ സരനും മറുപടിയുമായി രംഗത്തെത്തിയത്. രാഷ്ട്രീയത്തിൽ ഇടപെടാത്തയാളാണ് താനെന്നും തന്നെ വ്യാജ വോട്ടർ എന്ന് വിളിച്ചാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്നും ഡോക്ടർ സൗമ്യ സരൻ പറഞ്ഞു. ഇപ്പൊ ഞാനിവിടെ വന്നിരിക്കുന്നതും ഒരു രാഷ്ട്രീയം പറയാനുമല്ല, കാരണം അത് എന്റെ വഴിയല്ല. ഞാനൊരു വ്യാജ വോട്ടറാണ് എന്ന് കേട്ട് മിണ്ടാതിരിക്കേണ്ട ഗതികേട് എനിക്കില്ല. 916 ഒരു ഒറിജിനൽ വോട്ടർ തന്നെയാണെന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. 2018 വാങ്ങിയ വീടിന്റെ ആധാരം സഹിതം കാണിച്ചായിരുന്നു ഡോക്ടർ സൗമ്യ സരൻ വാർത്താസമ്മേളനത്തിൽ മറുപടി നൽകിയത്. താമസമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്ന വീടിന്റെ മുകളിലാണ് താൻ താമസിച്ചിരുന്നതെന്നും താഴത്തെ നിലയിൽ താമസിക്കുന്നവർക്ക് അസൗകര്യമുണ്ടാകാതിരിക്കാനാണ് സ്ഥാനാർത്ഥിയായപ്പോൾ 250 മീറ്റർ അകലെയുള്ള മറ്റൊരു വീട്ടിലേക്ക് മാറിയതെന്നും ഡോക്ടർ പി സരൻ പറഞ്ഞു. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവരെ ബുദ്ധിമുട്ടിക്കരുത്. വയസ്സായ അമ്മമാരുണ്ട്, ഞങ്ങൾ താമസിക്കുന്നത് മുകളിലായിരുന്നു, അതുകൊണ്ട് തന്നെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കണ്ട് മാത്രമാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് താമസം മാറിയത്. സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നതെന്ന് ആരെയാണ് ബോധ്യപ്പെടുത്തേണ്ടതെന്നും സരൻ ചോദിച്ചു. 24 പാലക്കാട്.